ഹായ് ഓൾ. ഇപ്പൊ അവിടെ ദേവിയുടെ ഒരു ഇത് കാണുന്നില്ലേ, ദേവി തലയാട്ടുന്നതാണ്ടോ. അപ്പൊ ദേവിയുടെ അത് കെട്ടുകാഴ്ചയുടെ ദേവിയുടെ കൺസെപ്റ്റ് സംഹാര രുദ്രയായിരുന്നു ദേവിയുടെ. അത് കഴിഞ്ഞപ്പോ പുറയിലൊരു ആനയുണ്ട്. അപ്പൊ ഓർക്കും ആനയും ദേവിയും എന്ത് സംഭവം എന്നാ അത് ഒറിജിനൽ അല്ല, ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആനയാണത്. ആന ചെവിയാട്ടുന്നുണ്ടോ, നമ്മുടെ ഒറിജിനൽ ആന സോറി ചെവിയാട്ടുന്ന പോലെ തന്നെയുണ്ട്. ഇവര് ഓരോ കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ കൺസെപ്റ്റിന്റെ പേരാണ് ഇത്. ഇപ്പൊ ഇത് നന്ദിയാണ്, നന്ദി. അപ്പൊ ഇതിന്റെ പേര് നന്ദി കേശവ ചരിതം എന്നാണ് ഈ ഒരു കൺസെപ്റ്റിന്റെ പേര്. അപ്പോ കയ്യില് കണ്ടോ ആദിയോഗിയൊക്കെ ഉണ്ട് കയ്യില്. അടുത്തത് ശിവനാണ് വന്നേക്കുന്നത്. അപ്പൊ ശ്രീ കാളീശ്വരന് ആണ് വന്നേക്കുന്നത്. അപ്പൊ അവിടെ കാളി ആയിരിക്കണം ഈ നിൽക്കുന്നത്. അവിടെ ശൂലം വെച്ച് ഒരാളെ കുത്തിപ്പിടിച്ചിട്ടുണ്ട് കാളി. ഇനി ശിവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെയൊക്കെ നാട്ടില്, എന്റെയൊക്കെ നാട്ടില് ആനയാണ് ഉത്സവത്തിന്. പക്ഷെ ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ടാബ്ലോസ് ആയിരിക്കും. ഈ ടാബ്ലോനെ നമ്മള് കെട്ടുകാഴ്ച എന്നാ പറയുന്നത്. ഇങ്ങനെ എന്താണ്, ടാബ്ലോസ് മാത്രമല്ല, ഇവിടെ കാളകളും ഉണ്ടാവും. കാളകളെ ആൾക്കാർ എടുത്തുകൊണ്ട് നടക്കും. ആ കാളകളെ എടുത്തുകൊണ്ട് നടക്കും. അത് കഴിഞ്ഞ് ഇതുപോലത്തെ കെട്ടുകാഴ്ച കാളയുടെ പുറകെ വരുന്നുണ്ടാവും. അത് ഇതുപോലത്തെ ഓരോ കൺസെപ്റ്റ് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഇത് സംഹാരമാണ്. കാരണം സംഹാരമൂർത്തിയായ ശിവന്റെ കയ്യിൽ 2 ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഒരാളെ കുത്തിയിട്ടുണ്ട്. മാത്രമല്ല ആ ശിവൻ ഇരുന്നിരുന്ന ശിവൻ എണീറ്റതുണ്ട്. ഇതൊക്കെയാണ് ഇതിലെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. മെക്കാനിസം മാത്രമല്ല, കല, അതുപോലെ ആൾക്കാർക്ക് ഇത് കാണാനുള്ള കൗതുകം. ഈ ശിവൻ എന്തായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത്. അവിടെ ശിവൻ ഇരിക്കുകയായിരുന്നു. സാധാരണ ഒരു ടാബ്ലോ ഇരിക്കുന്ന പോലെ ശിവൻ ഇരിക്കുമായിരുന്നു. ആ ശിവൻ എണീറ്റ് എന്ത് ചെയ്യും ഇനി, അല്ലെങ്കിൽ ശിവൻ എണീക്കുമോ, അങ്ങനെ ഉള്ളത്. അടുത്തത് എന്തായിരിക്കും വരിക? അടുത്തത് സൂപ്പർ ഒരു സംഭവമാണ് വരാൻ പോണത്. ആ ശിവൻ എണീക്കുക മാത്രമല്ല ചെയ്തത്, കൈകളും ആട്ടി തലയും ആട്ടി. തലയും ഒരു ടാബ്ലോയുടെ തലയെ കാട്ടണമെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റിനെ അതൊക്കെ കഴിയുള്ളൂ. ശിവൻ തന്നെയാണ് വന്നേക്കുന്നത്. അടുത്തതും ഈ ശിവൻ ഇരിക്കുന്ന ശിവൻ ഇപ്പം മേലോട്ട് പൊന്തുന്നുണ്ട്. പക്ഷെ കാലുകളൊക്കെ മടക്കി വെച്ചേക്കുവാണ്. ചെയ്യണ്ടാവുക നമുക്ക് നോക്കാം. ഇത് ഒന്നും എഴുതിയിട്ടില്ല. ഈ കെട്ടുകാഴ്ച കൊല്ലത്താണ്ടോ. കൊല്ലംകാരി പൊളിയല്ലേ? കൊല്ലംകാരി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അതാ എണീറ്റോണ്ടിരിക്കുവാണ് കേട്ടോ. ഈ ശിവൻ എണീറ്റോണ്ടിരിക്കുവാണേ. എണീറ്റിട്ട് എന്തായിരിക്കും ചെയ്യാൻ നിങ്ങൾക്കൊരു ഊഹമുണ്ടോ? എനിക്ക് ഭയങ്കര ആൻസൈറ്റി ആയിരുന്നു. ശിവൻ ഇരുന്നുകൊണ്ട് എന്താണ് ചെയ്യാൻ പോവാണ്, എണീറ്റിട്ട് ചെയ്യാൻ പോവാണോ, അങ്ങനത്തെ ഒരു ആൻസൈറ്റി ആയിരുന്നു എനിക്ക്. അപ്പൊ ശിവൻ എണീറ്റു എന്ന് മനസ്സിലായി. ഈ എണീറ്റിട്ട് എന്ത് ചെയ്യും എന്ന് കാലുകൾ ഇപ്പൊ എണീറ്റ് നിൽക്കോ ആയിരിക്കും എന്ന് ആദ്യം തോന്നി. ഇതൊക്കെയാണ് ഇതിലെ നമുക്കത് കാണാനും പോകാനായിട്ട്. ഇത് കൊല്ലത്താണ് കേട്ടോ. എവിടെയൊക്കെ ഇങ്ങനത്തെ കെട്ടുകാഴ്ചകൾ ഉണ്ടെന്ന് നിങ്ങൾ പറയണേ. ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ഇത്രയത്തിലും ഒതുക്കിയതാണ്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഒരുപാട് കെട്ടുകാഴ്ച കണ്ടോ. താണ്ഡവാടുകയാണ് ശിവൻ, താണ്ഡവാടുകയാണ്. എത്ര കൈ ഉണ്ടെന്ന് നോക്ക്. 1 2 3 4 5 10 കൈയും വെച്ചിട്ട് താണ്ഡവാടുന്നു. അപ്പൊ ആ ക്രിയേറ്റിവിറ്റി ഒന്ന് ആലോചിച്ച് നോക്കും. ആ ഉണ്ടാക്കിയ ആളുടെ ഒരു കഴിവിനെ നമ്മള് വളരെ അപ്രിസിയേറ്റ് ചെയ്യണ്ടേ. അപ്പൊ താണ്ഡവാടുകയാണ്. ഇതുപോലത്തെ ഒരുപാട് ടാബ്ലോസും ഒരുപാട് കെട്ടുകാഴ്ചകളും ഉണ്ടായിരുന്നു. ഞാൻ എന്താ പറയാ, ഇത് ഒരു 3-4 മണിക്കൂറോളം ഞാൻ നിന്ന് കണ്ട സാധനമാണ്. അപ്പൊ അങ്ങനെ നിന്ന് കണ്ട സാധനം നമ്മുടെ യൂട്യൂബിലേക്ക് ഇടുമ്പോ 4 മണിക്കൂറൊക്കെ ആരും വെയിറ്റ് ചെയ്തിരുന്ന് കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊരു 3-4 നല്ല ഇതായിട്ട് തോന്നിയത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. ആനനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. എനിക്കത് നന്നായിട്ട് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ ഇത് പറയണം.
പിന്നെ ഈ ഇതുപോലത്തെ വ്യത്യസ്തമായ എന്റെ വ്ളോഗ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഇങ്ങനത്തെ വീഡിയോസ് കാണാത്ത ആൾക്കാരുണ്ടാവില്ല, ഇങ്ങനത്തെ വ്ളോഗ്സ് കാണാത്ത ആൾക്കാർക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതൊന്നും നിങ്ങൾ മറക്കരുത്. ഇത് നിങ്ങൾ നന്നായിട്ട് കാണും. നല്ല രസമാണ്, നല്ല രസമുള്ള ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്തായിട്ട് തോന്നി? കാരണം ഞാൻ വേറൊരു ജില്ലയിൽ നിന്ന് കൊല്ലം ജില്ലയിലേക്ക് വന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോ ഒരു എന്താണ് പുതുമയുള്ള ഒരു കാഴ്ചയായിട്ട് തോന്നി. നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങൾക്ക് ഇത് പുതുമയുള്ള കാഴ്ചയാണോ, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ സ്ഥലത്ത് ഉള്ള സംഭവമല്ലേ ഇന്ന് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. ഞാനിത് കണ്ടിട്ടില്ല, എന്താ ഇത് എന്നുള്ള അങ്ങനത്തെ ഉള്ള മെന്റാലിറ്റി ഉള്ളവര് അത് കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും കമന്റും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കല്ലേ. എന്നാലല്ലേ എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്താലല്ലേ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് വളരാൻ പറ്റുള്ളൂ. എനിക്ക് വളർന്നാലേ കൂടുതൽ വീഡിയോസ് കിട്ടുള്ളൂ. എനിക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും പറയാം. എണീറ്റ് നിന്ന് താണ്ഡവമാടിയ ശിവൻ ഇരുന്നു.